നടിയെ ആക്രമിച്ച സംഭവം അടൂർ പ്രകാശിന്റെ പരാമർശനം അനവസരത്തിലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ചോമ്പാൽ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സർക്കാരിന് ഭരണനേട്ടങ്ങൾ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ലൈംഗിക വിവാദങ്ങൾ ഉന്നയിക്കുന്നത്. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല. ഇതാണ് എപ്പോഴും നിഷേധമായിട്ടുള്ള എന്തെങ്കിലും മുദ്രാവാക്യം വഴിക്കൊണ്ടുവരും. അതും പ്രത്യേകിച്ച് ലൈംഗിക ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുക. അപ്പോൾ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ നടത്തുന്നത്. അതൊരു വിഫല ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്. അഴിയൂർ പഞ്ചായത്ത് മുക്കാളി ടൗൺ 13-ാം വാർഡിൽ ചോമ്പാൽ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നടിയെ ആക്രമിച്ച കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പരാമർശം അനവസരത്തിലുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. AICCയും KPCC പ്രസിഡന്റും ഇടപെട്ട് അദ്ദേഹത്തെ തിരുത്തിച്ചു. ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനവസരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, അതും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കൺവീനർ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള അത്തരമൊരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു. അത് അറിഞ്ഞ് ഉടനെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സാന്നിധ്യത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് തനിക്ക് പറ്റിയ വീഴ്ച അതിൽ ക്ഷമാപണം അദ്ദേഹം ചോദിക്കേണ്ടായി. നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPIയുമായിട്ടുള്ള പ്രകടമായ വ്യത്യാസം. CPIയുടെ നോക്കൂ, എത്ര ആരോപണങ്ങളുണ്ട്, അതും ലൈംഗിക ആരോപണം. ആ ലൈംഗിക ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെടുക്കും, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് എടുക്കും. 1-2 മന്ത്രിമാർ ഗുരുതരമായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ ലൈംഗിക അപവാദത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ട് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടവെന്താണ്? ഒരു ലൈംഗിക ആരോപണം കൊണ്ടുവരിക. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക മാത്രമല്ല, ഈ രാജ്യത്തെ വിശ്വാസികൾ കൊടുത്ത പണം കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഘോരപാലക വിഗ്രഹം, അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പാളി, ഇതൊക്കെ തന്നെ പട്ടുകൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യമല്ല. ഇതിലൊക്കെ തന്നെ പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് അതിന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി എപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുക. ഞങ്ങളങ്ങനെയല്ല. ആരെങ്കിലും കുറ്റം ചെയ്തോന്ന് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോഴപ്പോൾ തന്നെ കൃത്യമായിട്ട് നടപടിയെടുത്ത പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് പിണറായി ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം.